അപ്പൊ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസിലോട്ടാണ്. ഓക്കെ, ഇനി ഇതിന് വേണ്ടിയിട്ട് വേറെ സമയം കണ്ടെത്തേണ്ട കാര്യമില്ല, കാരണം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ സിമ്പിൾ ടോപ്പിക് ആണ്. ആലോചിക്കുക, റെനിൻ മെയിൻലി ആക്റ്റീവ് ഇൻ ഇൻഫൻസ് ആണ്. ഇൻഫൻസ് ആണ്, ഓർമ്മയിരിക്കട്ടെ, ജലാറ്റിൻ അടങ്ങിയിട്ടുള്ള ഫുഡ് പ്രത്യേകിച്ച് മീറ്റിലൊക്കെ ഉള്ളത്. അപ്പൊ അതിനൊക്കെ എന്താക്കണം, സ്മോളർ പോളിപെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാദമി. നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫുഡിൽ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്, നമുക്കറിയാം അല്ലെ. ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രോട്ടീൻസിന് എന്താ സംഭവിക്കുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു പ്രോട്ടീൻ ഡൈജഷൻ അല്ലെ, പ്രോട്ടീൻ ഡൈജഷൻ ഏത് ഓർഗനിൽ വെച്ചിട്ടാണ് ആദ്യം സംഭവിക്കാറുള്ളത്? യെസ്, പ്രോട്ടീൻ ഡൈജഷൻ ആദ്യം സ്റ്റൊമക്കിൽ അല്ലെ, നമ്മളെ വയറിൽ വെച്ചിട്ടാണ് പ്രോട്ടീൻ ഡൈജഷൻ സംഭവിക്കുന്നത് അല്ലെ. ഗ്യാസ്ട്രിക് ജ്യൂസ് ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്കറിയാം. സോ ടുഡേ വി വിൽ ലേൺ അബൌട്ട് ഗ്യാസ്ട്രിക് ജ്യൂസ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ് ആൻഡ് എൻസൈം റെസ്പോൺസിബിൾ ഫോർ പ്രോട്ടീൻ ഡൈജഷൻ. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഗ്യാസ്ട്രിക് ജ്യൂസ്. അപ്പൊ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസ് അല്ലെ, നമ്മളൊരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡൈജഷനും അതിനെ സംബന്ധിച്ചിട്ടുള്ള എൻസൈമാറ്റിക് ആക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസിലോട്ടാണ്. ഓക്കെ, ഗ്യാസ്ട്രിക് ജ്യൂസ് പവർ ഹൗസ് ഓഫ് ഡൈജഷൻ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഗ്യാസ്ട്രിക് ജ്യൂസിലോട്ട് നമുക്ക് കടക്കാം. എന്താണ് ഗ്യാസ്ട്രിക് ജ്യൂസ്? ഗ്യാസ്ട്രിക് ജ്യൂസ് ഇസ് എ ഡൈജസ്റ്റീവ് ഫ്ലൂയിഡ് ആണ്, സെക്രറ്റഡ് ബൈ ദ ഗ്ലാൻസ് ഓഫ് സ്റ്റൊമക്. അപ്പൊ ഒരു ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫുഡിലെ പ്രോട്ടീന്റെ ഡൈജഷൻ ഒക്കെ നടക്കുന്നത് സ്റ്റൊമക്കിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. സ്റ്റൊമക്കിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ, വളരെ ഇമ്പോർട്ടന്റ്, ഒരു മേജർ റോൾ വഹിക്കുന്ന ആളാണ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഇതിൽ എന്തെല്ലാം ഉണ്ട്? ഇതിൽ HCl ഉണ്ട്, മ്യൂക്കസ് ഉണ്ട്, അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രോട്ടിയോലൈറ്റിക് എൻസൈം. എന്തൊക്കെയാണുള്ളത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl ഉണ്ട്, മ്യൂക്കസ്, ദെൻ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ കമ്പോണൻസ് വരുന്നത്. നെക്സ്റ്റ്, പ്രോട്ടിയോലൈറ്റിക് എൻസൈമിലോട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കടക്കാം. ദീസ് ആർ ദ എൻസൈം ദാറ്റ് ഡൈജസ്റ്റ് പ്രോട്ടീൻ ബൈ ബ്രേക്കിംഗ് പെപ്റ്റൈഡ് ബോണ്ട്. പ്രോട്ടീനെ പ്രോട്ടിയോലൈറ്റിക് എന്ന് പറയുമ്പോൾ എന്താ? പ്രോട്ടീനെ കട്ട് ചെയ്ത് അല്ലെ, കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കി വിഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദീസ് ആർ ദ എൻസൈം ദാറ്റ് ഡൈജസ്റ്റ് പ്രോട്ടീൻ ബൈ ബ്രേക്കിംഗ് പെപ്റ്റൈഡ് ബോണ്ട്. അപ്പൊ പ്രോട്ടീനിൽ നമുക്കറിയാം പെപ്റ്റൈഡ് ബോൺസ് ഉണ്ട് അല്ലെ. ആ പെപ്റ്റൈഡ് ബോൺസിനെ ബ്രേക്ക് ചെയ്യുന്നത് ത്രൂ ആണ് എന്ത് നടക്കുന്നത്? പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്നത്. അപ്പൊ പ്രോട്ടിയോലൈറ്റിക് എൻസൈം എന്താണ്? ഒന്നുകൂടെ പറയുന്നു. ദിസ് എൻസൈം ആർ ഡൈജസ്റ്റ് പ്രോട്ടീൻ ബൈ ബ്രേക്കിംഗ് പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ, ദ മേജർ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പെപ്സിൻ, റെനിൻ, ഗ്യാസ്ട്രിസിൻ, ദെൻ ജലാറ്റിനേസ്. എന്താണ്? ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ പോയിന്റ്സ് ഒക്കെ ഒന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. പെപ്സിൻ, റെനിൻ, ഗ്യാസ്ട്രിസിൻ, ജലാറ്റിനേസ്. അപ്പൊ ഇത് ഇവിടെ നിന്ന് തന്നെ പഠിക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് വേറെ സമയം കണ്ടെത്തേണ്ട കാര്യമില്ല, കാരണം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ സിമ്പിൾ ടോപ്പിക് ആണ്. അപ്പൊ എക്സാമിന് ഇപ്പൊ ചോദിക്കും, ഒരു 4 എക്സാമ്പിൾ വന്നിട്ട് ഇതിൽ ഏതാണ് പ്രോട്ടിയോലൈറ്റിക് ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ പ്രോട്ടിയോലൈറ്റിക് എൻസൈം അല്ലെ. ഇനി പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട് അല്ലെ. അപ്പോൾ അത് ഗ്യാസ്ട്രിക് ജ്യൂസിലെ പ്രോട്ടിയോലൈറ്റിക് എൻസൈം ഏതാണ്, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസിലെ പ്രോട്ടിയോലൈറ്റിക് എൻസൈം അല്ലാത്തത് ഏതാണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രിക് ജ്യൂസിലെ പ്രോട്ടിയോലൈറ്റിക് എൻസൈമിനെ പറ്റി എല്ലാം അറിഞ്ഞിരിക്കണം അല്ലെ. ആ എല്ലാ പ്രോട്ടിയോലൈറ്റിക് എൻസൈമിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 4 ഓർത്തിരിക്കാം. പെപ്സിൻ എന്താണ്? ഗ്യാസ്ട്രിക് ജ്യൂസിലെ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഏതാണ്? പെപ്സിൻ, റെനിൻ, ഗ്യാസ്ട്രിസിൻ, ദെൻ ലാസ്റ്റ് ജലാറ്റിനേസ്. ഓക്കെ, അപ്പൊ ഈ 4 ഒന്ന് ഓർമ്മയിലിരിക്കട്ടെ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നോക്കാം. നെക്സ്റ്റ്, നമ്മളിപ്പോ പറഞ്ഞത് ഒന്നുകൂടെ സമ്മപ്പ് ചെയ്യാം. ദിസ് എൻസൈം കൺവേർട്ട് എന്താ ചെയ്യുന്നത്? ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾസിനെ കുഞ്ഞു സ്മോളർ മോളിക്യൂൾ ആക്കുന്നു അല്ലെ, സച്ചസ് പ്രോട്ടിയോസസ്, പെപ്റ്റോൺ ആൻഡ് പോളിപെപ്റ്റൈഡ്. അപ്പൊ നമുക്ക് ലാർജ് പ്രോട്ടീനെ, ഫുഡിലൂടെ വരുന്ന ആ ഒരു ലാർജ് പ്രോട്ടീൻ നമുക്ക് നേരെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡൈജഷൻ നടക്കണം അല്ലെ. അപ്പൊ ആ മോളിക്യൂളിനെ സ്മോളർ മോളിക്യൂൾ ആക്കുന്നത് ഏതൊക്കെയാണ്? പ്രോട്ടിയോസസ്, പെപ്റ്റോൺ, ദെൻ പോളിപെപ്റ്റൈഡ്. ഓക്കെ, പ്രോട്ടിയോസസ്, പെപ്റ്റോൺ ആൻഡ് പോളിപെപ്റ്റൈഡ്. അപ്പോൾ പ്രോട്ടിയോലൈറ്റിക് എൻസൈം ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പെപ്സിൻ ആണ്. ഓക്കെ, ഫസ്റ്റ് പെപ്സിൻ ആണ് ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ പ്രോട്ടിയോലൈറ്റിക് എൻസൈം. എന്തിനാണ്? ആ ഒരു പ്രോട്ടീനെ, നമ്മൾ കഴിച്ച ഫുഡിൽ ആ പ്രോട്ടീനെ പെപ്റ്റൈഡ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവര് സ്മോളർ മോളിക്യൂൾ ആക്കുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ പെപ്സിൻ ആണ് മെയിൻ ആയിട്ടുള്ള ഗ്യാസ്ട്രിക് പ്രോട്ടിയസ് വരുന്നത്. ഇതിന്റെ സെക്രീഷൻ നോക്കാം. പെപ്സിൻ ഈസ് സെക്രീറ്റഡ് ബൈ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ആണ് ഇൻ ഇനാക്റ്റീവ് ഫോം കോൾഡ് പെപ്സിനോജിൻ. അതൊന്ന് നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്. പെപ്സിൻ സെക്രീറ്റ് ചെയ്യുന്നത് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ആണ്, പക്ഷെ അത് ഇനാക്റ്റീവ് ഫോമിലിരിക്കും. എന്തുകൊണ്ടാ? വൈ ഇനാക്റ്റീവ്? എന്തുകൊണ്ടാ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാ? ടു പ്രിവെന്റ് ഡൈജഷൻ ഓഫ് ദ സ്റ്റൊമക് ലൈനിങ് ഇറ്റ്സ്. അപ്പൊ സ്റ്റൊമക്കിൽ വെച്ചിട്ടാണല്ലോ ഈ പരിപാടികളെല്ലാം, ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ ലാർജ് പ്രോട്ടീനെ
കുഞ്ഞു കുഞ്ഞു സ്മോൾ മോളിക്യൂൾ ആക്കാൻ പെപ്റ്റൈഡ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് സ്മോൾ മോളിക്യൂൾ ആക്കാനുള്ള ഒരു ശേഷിയുണ്ട് അല്ലേ ഈ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസിന്. അപ്പൊ നമ്മുടെ സ്റ്റൊമക് ലൈനിങ്ങിലോട്ട് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ആക്റ്റീവ് ഫോമിലോട്ടാണെങ്കിൽ അത് വളരെ ഡേഞ്ചർ ആണ്. അപ്പൊ അതുകൊണ്ട് അത് ഇനാക്റ്റീവ് ഫോമിലായിരിക്കും ഉണ്ടായിരിക്കാം. ഇനാക്റ്റീവ് ഫോം കോൾഡ് പെപ്സിനോജിൻ. ഓക്കെ, പെപ്സിനോജിൻ. ഓക്കെ, പെപ്സിനോജിൻ ആണ്. അപ്പൊ പെപ്സിൻ, പെപ്സിനോജിൻ ഒന്ന് ഓർത്തിരിക്കുക. പെപ്സിൻ സെക്രേറ്റ് ചെയ്യുന്നത് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആണ്, പക്ഷെ അത് ഇനാക്റ്റീവ് ഫോമിലായിരിക്കും. എന്തുകൊണ്ടാണ് ഇനാക്റ്റീവ് ഫോമിലുള്ളത്? കാരണം സ്റ്റൊമക് ലൈനിങ്ങിനൊക്കെ അത് വളരെ ഡേഞ്ചർ ആയിരിക്കും അല്ലെ, കാരണം ഇത്രയും വലിയ പ്രോട്ടീനൊക്കെ സ്മോൾ മോളിക്യൂളൊക്കെ ആക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇനാക്റ്റീവ് ഫോമിലായിരിക്കും. അതിനെ പറയുന്ന പേരാണ് പെപ്സിനോജിൻ. ഒന്ന് എഴുതിയെടുക്കുക, പെപ്സിൻ, പെപ്സിനോജിൻ. ഓർത്തിരിക്കാൻ എളുപ്പമാണ് അല്ലെ. പെപ്സിൻ, പെപ്സിനോജൻ. ഓക്കെ, പെപ്സിൻ, പെപ്സിനോജൻ ഓർത്തിരിക്കാം. അതെന്തുകൊണ്ട് ഇനാക്റ്റീവ് ഫോമിലാണോ നമ്മൾ പഠിച്ചു. ഇനി ഇതിനെ ആക്റ്റീവ് ചെയ്യണമല്ലോ, കാരണം ഇനാക്റ്റീവ് ഫോമിലാണുള്ളത്. അപ്പൊ നമുക്ക് അതിനെ ആക്റ്റീവ് ചെയ്യണം, ആക്ടിവേറ്റ് ചെയ്യണം. എങ്ങനെയാണ് അതിന്റെ ആക്ടിവേഷൻ നടക്കുന്നത്? നമ്മൾ പറഞ്ഞു ഹൈഡ്രോക്ലോറിക് ആസിഡ് എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഈ പെപ്സിനോജിനെ ആക്റ്റീവ് പെപ്സിൻ ആക്കുന്നത്. ഓക്കെ, പെപ്സിനോജിൻ ആക്കുന്നത് ആരാണ്? HCl. ഓക്കെ, ഈ പെപ്സിനെ പെപ്സിനോജൻ ആക്കുന്നത് HCl ആണ്. ഓക്കെ, പെപ്സിൻ ക്യാൻ ഓൾസോ ആക്ടിവേറ്റ് മോർ പെപ്സിനോജൻ ബൈ ഓട്ടോ കാറ്റലിറ്റിക് ആക്ടിവേഷൻ. ഈ പെപ്സിനോജൻ എന്ത് ചെയ്യുന്നു? ഈ പെപ്സിൻ എന്ത് ചെയ്യുന്നു? ഈ ബാക്കി പെപ്സിനോജന്, കാരണം ആദ്യം സെക്രേറ്റ് ചെയ്യുമ്പോൾ പെപ്സിനോജൻ ഫോമിലായിരിക്കും. ഓക്കെ, പെപ്സിനോജൻ ആണ് ഈ പെപ്സിനായിട്ട് മാറുന്നത്. HCl ത്രൂ ആണ് നടക്കുന്നത്. അപ്പോൾ HCl ത്രൂ നടന്നിട്ട് ഈ ഉണ്ടാകുന്ന പെപ്സിൻ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള പെപ്സിനോജനൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നു. എങ്ങനെ? ഓട്ടോ കാറ്റലിറ്റിക് ആക്ടിവേഷൻ വഴി. ഓക്കെ, ഓട്ടോ കാറ്റലിറ്റിക് ആക്ടിവേഷൻ വഴി. അപ്പൊ നമ്മളെ സ്റ്റൊമക്കില് ആദ്യം ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആദ്യം സെക്രേറ്റ് ചെയ്യുന്നത് പെപ്സിനോജൻ ആണ്. ഈ പെപ്സിനോജൻ എന്താവുന്നു? പെപ്സിൻ ആകുന്നു HCl വഴി. HCl വഴി ആവുന്നു. ഈ പെപ്സിൻ ബാക്കിയുള്ള പെപ്സിനോജനെ ഓട്ടോ കാറ്റലിറ്റിക് അല്ലെ, ഓട്ടോ കാറ്റലിറ്റിക് ആക്ടിവേഷൻ വഴി വീണ്ടും ബാക്കിയുള്ളതിനെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആദ്യം ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്നത് പെപ്സിനോജൻ ആണ്. പെപ്സിനോജനെ പെപ്സിനാക്കുന്നത് ആരാണ്? HCl ആണ്. ഈ പെപ്സിൻ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള പെപ്സിനോജനെ കൂടി ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ആദ്യം പെപ്സിനോജൻ ആണ് ഉണ്ടാകുന്നത്, അതിനുശേഷം പെപ്സിൻ ആകുന്നു HCl ത്രൂ. ഈ പെപ്സിനോജൻ ബാക്കിയുള്ള പെപ്സിനോജനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇനാക്റ്റീവ് ഫോമിലിരിക്കുന്ന പെപ്സിനോജനെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നു. എങ്ങനെ? ഓട്ടോ കാറ്റലിറ്റിക് ആക്ടിവേഷൻ വഴി. ഓക്കെ, ഫ്ലോ ചാർട്ട് നോക്കാം. ഫസ്റ്റ് പെപ്സിനോജൻ ആണ് HCl വഴി ആക്റ്റീവ് പെപ്സിൻ ഉണ്ടാവുന്നു. ഓക്കെ, ഇനി ഫംഗ്ഷൻ നോക്കാം. ഫംഗ്ഷൻ, ഈ പെപ്സിൻ ബ്രേക്സ് പെപ്റ്റൈഡ് ബോണ്ട് ഇൻസൈഡ് ദ പ്രോട്ടീൻ അല്ലെ. നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ പ്രോട്ടിയോലൈറ്റിക് എൻസൈം ആണ്. പ്രോട്ടീനെ നമുക്ക് സ്മോൾ മോളിക്യൂൾസ് ആക്കണം. അപ്പോൾ ഈ പ്രോട്ടീൻ്റെ ഉള്ളിലുള്ള പെപ്റ്റൈഡ് ബോൺസിനെയാണ് ഈ പെപ്സിൻ ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, ബ്രേക്ക് ചെയ്യുന്നത് അതുവഴി ഇവര് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആയിട്ട് മാറും. ഓക്കെ, ഇറ്റ് കൺവേർട്ട് പ്രോട്ടീൻ ഇൻ ടു പ്രോട്ടിയോസസ് ആൻഡ് പെപ്റ്റോൺസ്. എന്തായി മാറുന്നു? പ്രോട്ടിയോസസ് ആൻഡ് പെപ്റ്റോൺസ്. ഓക്കെ, പ്രോട്ടിയോസസ് ആൻഡ് പെപ്റ്റോൺസ് ആയിട്ട് മാറുന്നു. എക്സാമ്പിൾ നോക്കാം. ലാർജ് പ്രോട്ടീൻ ആണ്. ഫുഡ് വഴി ലാർജ് പ്രോട്ടീൻ വന്നു. അതിനെ പെപ്സിൻ എന്ത് ചെയ്യുന്നു? സ്മോളർ പ്രോട്ടീൻ ഫ്രാഗ്മെന്റ് ആക്കുന്നു. ഏതൊക്കെ? പ്രോട്ടിയോസസ് ആൻഡ് പെപ്റ്റോൺസ്. ഓക്കെ, അപ്പൊ ഈ പെപ്സിനും പെപ്സിനോജനും പ്രോട്ടിയോസസും പെപ്റ്റോണും അങ്ങനെ മൊത്തം കൺഫ്യൂഷൻ ആവരുത്. നമ്മളെ ബോഡി അല്ലെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്നത് പെപ്സിനോജൻ ആണ്. ഈ പെപ്സിനോജനെ HCl വഴിയാണ് പെപ്സിനാക്കി മാറുന്നത്. ഈ പെപ്സിൻ എന്ത് ചെയ്യുന്നു? ഈ ലാർജ് പ്രോട്ടീനെ സ്മോളർ ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റുകയാണ്. അതിന്റെ പേരാണ് ഈ പ്രോട്ടിയോസസും പെപ്റ്റോണും. ഓക്കെ, പ്രോട്ടിയോസസും പെപ്റ്റോണും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സമ്മപ്പ് ചെയ്യാം. ഓക്കെ, പെപ്സിൻ ഈസ് എ മേജർ എൻസൈം റെസ്പോൺസിബിൾ ഫോർ പ്രോട്ടീൻ ഡൈജഷൻ ഇൻ ദ സ്റ്റൊമക്. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയാ ഇതൊരു മേജർ ഫംഗ്ഷൻ എങ്ങനെയാ വഹിക്കുന്നവര്? ആ ഒരു പ്രോട്ടീന്റെ പെപ്റ്റൈഡ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നത് വഴി ആണ്. ഓക്കെ, പെപ്സിൻ ഈസ് എ മേജർ എൻസൈം റെസ്പോൺസിബിൾ ഫോർ പ്രോട്ടീൻ ഡൈജഷൻ. ആ പ്രോട്ടീന്റെ പെപ്റ്റൈഡ് ബോണ്ടിനെ ഡൈജഷൻ അല്ലെ, അതിന് ആ ഒരു ബ്രേക്ക് ചെയ്യുന്ന വഴിയാണ് ആ പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റൊമക്കിൽ നടക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് റെനിൻ ആണ്. അപ്പൊ ഫസ്റ്റ് എന്ത് കഴിഞ്ഞു? പെപ്സിൻ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ്? റെനിൻ. ഓക്കെ, കൈമോസ് എന്ന് പറയും. പെപ്സിനും പെപ്സിനോജനും ഒക്കെ ഒന്ന് ഓർമ്മയിരിക്കട്ടെ. അപ്പോ നോക്കാം. എന്താണ്? റെനിൻ ഈസ് എ മെയിൻലി ആക്റ്റീവ് ഇൻ ഇൻഫൻസ് ആണ്. ഒരു മേജർ റോള് വഹിക്കുന്ന ആളാണ് നമ്മുടെ പെപ്സിൻ അല്ലെ. അപ്പൊ റെനിൻ ഈസ് എ മെയിൻലി ആക്റ്റീവ് ഇൻ ഇൻഫൻസിലാണ്. ഇറ്റ് ഹെൽപ്പ് ഇൻ ഡൈജഷൻ ഓഫ് മിൽക്ക്. നമുക്കറിയാം ഇൻഫൻസിലെ മെയിൻ ആയിട്ടുള്ള ഫുഡ് എന്താണ്? അവരുടെ മിൽക്കാണ് അല്ലെ. പക്ഷെ മിൽക്ക്
മിൽക്ക് ലിക്വിഡ് ഫോം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞുങ്ങളാണ്, അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ വരുന്നേ ഉള്ളൂ അല്ലെ, ഫോം ഒക്കെ ആയിട്ട് എല്ലാം ഓക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ മിൽക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ റെനിൻ. ഓക്കെ, കൈമോസിൻ എന്നറിയപ്പെടുന്ന ഫംഗ്ഷൻ നോക്കാം നമുക്ക്. ഓക്കെ, ഈ റെനിൻ ഈ മിൽക്കിനെ എന്താക്കുന്നു, മിൽക്കിൽ നമുക്കറിയാം മിൽക്ക് പ്രോട്ടീൻ എന്ന കെസിൻ ആണ് അല്ലെ, ഈ കെസിനെ പാരാകെസിൻ ആക്കി മാറ്റുന്നു. ഓക്കെ, കൺവേർട്ട് മിൽക്ക് പ്രോട്ടീൻ, നമുക്കറിയാം മിൽക്കിൽ എന്തുണ്ട്, മിൽക്ക് പ്രോട്ടീൻ ആണ് കെസിൻ, കെസിനെ പാരാകെസിൻ ആക്കി മാറ്റുന്നു, പാരാകെസിൻ ആക്കി മാറ്റുന്നു. പാരാകെസിൻ ഫോം കേർഡ് ലൈക്ക് സബ്സ്റ്റൻസസ് ആയിരിക്കും, അലോവിങ് മിൽക്ക് ടു റിമെയിൻ ലോങ്ങർ ഇൻ ദ സ്റ്റൊമക്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ കുഞ്ഞു കുട്ടികൾ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കുടിക്കുമ്പോൾ പാലായിട്ടാണ് കുടിക്കുന്നത് അല്ലേ, മദർ മിൽക്ക് കുടിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഇവർ വൊമിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കേർഡ് ലൈക്ക് ആയിട്ടായിരിക്കും കാണാം അല്ലെ, ലിക്വിഡ് ഫോം ആയിരിക്കും, പക്ഷെ എന്നാലും ഒരു ചെറിയ ഒരു കുറച്ചൊരു കട്ടി പോലെ അല്ലെ, പാല് പോലെ ആയിരിക്കില്ല, ചെറിയൊരു കേർഡ് അല്ലെ, തൈര് ആ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ഈ റെനിന്റെ ഒരു ആക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ പാല് പോലെ ആണെങ്കിൽ, ലിക്വിഡ് ഫോം ആണെങ്കിൽ അത് അധികം നേരം സ്റ്റൊമക്കിൽ നിൽക്കില്ല അല്ലെ, അപ്പൊ അത് അവിടെ കുറച്ചു നേരം നിൽക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റുന്നത്. പാരാകെസിൻ ഫോം കേർഡ് ലൈക്ക് സബ്സ്റ്റൻസ് അലോവിങ് മിൽക്ക് ടു റിമൈൻ ലോങ്ങർ ഇൻ ദ സ്റ്റൊമക്. അപ്പൊ സ്റ്റൊമക്കിൽ കുറച്ചു നേരം നിൽക്കണം, കാരണം മിൽക്ക് മാത്രമാണ് അവരുടെ ഭക്ഷണം അല്ലെ, ഇൻഫൻസിന് മിൽക്ക് മാത്രമേ അവർ കുടിക്കുള്ളൂ. ദിസ് ഗിവ് മോർ ടൈം ടു ഡൈജഷൻ ബൈ പെപ്സിൻ. ഓക്കെ, അപ്പൊ ഇതുവഴി കുറച്ചും കൂടി ടൈം പെപ്സിൻ ത്രൂ ഡൈജഷൻ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ടൈം അവിടെ കൊടുക്കുവാണ്. അപ്പോൾ ആലോചിക്കുക, റെനിൻ മെയിൻലി ആക്റ്റീവ് ഇൻ ഇൻഫൻസ് ആണ്, ഓർമ്മയിരിക്കട്ടെ, റെനിൻ കൈമോസിൻ എന്നറിയപ്പെടുന്നു. ഇവരെന്ത് ചെയ്യുന്നു, നമുക്കറിയാം മിൽക്ക് പ്രോട്ടീൻ കെസിൻ ആണ്, കെസിനെ പാരാകെസിൻ ആക്കുന്നു. ഓക്കെ, അപ്പൊ അതുവഴി എന്തുണ്ടാവുന്നു, അതുവഴി എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, അപ്പൊ ഒരു കേർഡ് ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ടാവുന്നു, അത് റിമെയിൻ ലോങ്ങർ ഇൻ സ്റ്റൊമക്. ഇത് ഹെൽപ്പ് ചെയ്യുന്നത് മോർ ടൈം ഫോർ ഡൈജഷൻ ബൈ പെപ്സിന് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, റെനിൻ ഒന്ന് ഓർത്തിരിക്കാം. ഇതിന്റെ പ്രോസസ്സ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് മിൽക്ക് പ്രോട്ടീൻ എന്താണ്, കെസിൻ ആണ്, കെസിനെ നമ്മൾ റെനിൻ എന്ത് ചെയ്യുന്നു, പാരാകെസിൻ ആക്കി മാറ്റുന്നു. ഓക്കെ, കെസിൻ പാരാകെസിൻ ആക്കുന്നത് ആരാണ്, റെനിൻ ആണ് അല്ലെങ്കിൽ കൈമോസിൻ ആണ് പാരാകെസിൻ ആക്കി മാറ്റുന്നത്. ഈ പാരാകെസിൻ ഡൈജസ്റ്റഡ് പ്രോട്ടീൻ പ്രൊഡക്ട്സ്, പെപ്സിന് കുറച്ചു നേരം കൂടി ടൈം കൊടുക്കുകയാണ് അല്ലെ, നല്ല രീതിക്ക് തന്നെ ഡൈജഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം. റെനിൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഇൻഫന്റ് ബിക്കോസ് മിൽക്ക് ഈസ് ദർ മേജർ ഫുഡ് സോഴ്സ്. ഓക്കെ, അപ്പൊ ആ ഒരു കേർഡ് ലൈക്ക് സബ്സ്റ്റൻസ് ആക്കി കുറച്ചു നേരം സ്റ്റൊമക്കിൽ അവിടെ നിർത്തും, പിന്നെ ഡൈജഷൻ ബൈ പെപ്സിനൊക്കെ ത്രൂ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഇതാണ് റെനിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നത്. അപ്പൊ നമ്മൾ പെപ്സിൻ കണ്ടു, റെനിൻ കണ്ടു, അപ്പൊ രണ്ട് പ്രോട്ടിയോലൈറ്റിക് എൻസൈം നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ്, ഗ്യാസ്ട്രിസിൻ. ഓക്കെ, ഗ്യാസ്ട്രിസിൻ ആണ്. അപ്പൊ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു, പെപ്സിനും റെനിനും ആണ്. ഓക്കെ, പെപ്സിനോജൻ ഒക്കെ ഓർത്തിരിക്കുക അല്ലെ, HCl ത്രൂ ആണ്, ഈ പെപ്സിനോജൻ ആണ് ബാക്കി പെപ്റ്റൈഡ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്ന വഴി പ്രോട്ടീൻ ഡൈജഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. റെനിൻ എന്തായിരുന്നു, കൈമോസിൻ എന്ന് പറയുന്നത് കെസിനെ പാരാകെസിൻ ആക്കുന്നു. ഇൻഫൻസിലാണ് മെയിൻ ആയിട്ട് അല്ലെ, മിൽക്ക് പ്രോട്ടീൻ കെസിനെയാണ് പാരാകെസിൻ ആക്കി മാറ്റുന്നത്, ബാക്കി പെപ്സിൻ ത്രൂ ഉള്ള ഡൈജഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ മൂന്നാമത് പഠിക്കാൻ പോകുന്നതാണ് ഗ്യാസ്ട്രിസിൻ. ഓക്കെ, ഗ്യാസ്ട്രിസിൻ എന്താണ്, ഇത് അനദർ പ്രോട്ടീൻ ഡൈജഷൻ എൻസൈം ആണ്, പ്രസന്റ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ് അല്ലെ, വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഡൈജഷൻ എൻസൈം ആണ്, പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള വേറൊരു പ്രോട്ടിയോലൈറ്റിക് എൻസൈം ആണ് ഗ്യാസ്ട്രിസിൻ, ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ളത്. ഓക്കെ, ഇറ്റ് ബിക്കം ആക്റ്റീവ് ഇൻ ദ പ്രസൻസ് ഓഫ് HCl. ഈ പെപ്സിൻ പോലെ തന്നെ ഇത് ആക്റ്റീവ് ആവുന്നത് HClന്റെ പ്രസൻസിലാണ്. ഇറ്റ് ഫംഗ്ഷൻ ആസ് എ പ്രോട്ടീനേസ്. ഓക്കെ, ഇറ്റ്സ് ഫംഗ്ഷൻ ആസ് എന്താണ്, പ്രോട്ടീനേസ് ആണ്. ദെൻ ഒപ്റ്റിമം pH നോക്കുകയാണെങ്കിൽ 3 to 4 ആണ് ഇതിന്റെ ഒരു pH വരുന്നത്. ഇനി ഫംഗ്ഷൻ എന്താണ്, ബ്രേക്ക് ഡൗൺ പ്രോട്ടീൻ ഇൻ ടു സ്മോളർ പെപ്റ്റൈഡ്. അതെല്ലാ പ്രോട്ടിയോലൈറ്റിക് എൻസൈമിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം അതായിരിക്കും അല്ലെ, ആ ഒരു ലാർജ് പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കുഞ്ഞു സ്മോളർ പെപ്റ്റൈഡ്സും ഒക്കെ ആക്കുക, പ്രോട്ടിയോസ് ഒക്കെ ആക്കുക. ഓക്കെ, ഇനി ഇതിന്റെ നെക്സ്റ്റ് നമുക്ക് നോക്കാം, ലാസ്റ്റ് ജെലാറ്റിനേസ് ആണ്. അപ്പോ ഫസ്റ്റ് എന്ത് കണ്ടു, പെപ്സിൻ കണ്ടു, നെക്സ്റ്റ് നമ്മൾ റെനിൻ കണ്ടു, മൂന്നാമതായിട്ട് കണ്ടു നമ്മൾ ഗ്യാസ്ട്രിസിൻ ആണ്, ദെൻ നാലാമത്തെ ജെലാറ്റിനേസ്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. ജെലാറ്റിനേസ് കുറച്ചുകൂടി നമുക്ക് ജെലാറ്റിൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. എന്താണ് ജെലാറ്റിനേസ്? ഈസ് എ എൻസൈം ദാറ്റ് ആക്ട് ഓൺ ജെലാറ്റിൻ. ഓക്കെ, ആക്ട് ഓൺ ജെലാറ്റിൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗ്യാസ്ട്രിസിൻ വരുന്നത്. അപ്പോൾ സെയിം ബാക്കി നമ്മൾ ഇത്ര നേരം പറഞ്ഞ പെപ്സിനും അതുപോലെ തന്നെ നമ്മൾ റെനിനും ഒക്കെ പറഞ്ഞ പോലെ തന്നെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനേസ്, അത് പ്രോട്ടീൻ്റെ ബ്രേക്ക് ഡൗൺ, പ്രോട്ടീൻ ഡൈജഷൻ ആണ്, പ്രോട്ടീനെ സ്മോളർ മോളിക്യൂൾ ആക്കുക. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ആണ് ജെലാറ്റിനേസ് ആണ്. ജെലാറ്റിൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ജെലാറ്റിൻ
ജലാറ്റിൻ അടങ്ങിയ ഫുഡൊക്കെ നമുക്ക് ജലാറ്റിൻ എന്ന് പറഞ്ഞാൽ കട്ടിയാവുന്ന അല്ലെ, കട്ടിയൊക്കെ നമ്മൾ ജലാറ്റിനൊക്കെ ആഡ് ചെയ്യാറുണ്ടല്ലേ ഫുഡിലൊക്കെ, ഫുഡ് മേക്കിങ്ങിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പെപ്സിൻ കഴിഞ്ഞു, റെനിൻ കഴിഞ്ഞു, ഗ്യാസ്ട്രിസിൻ കഴിഞ്ഞു, ദെൻ ജലാറ്റിനേസ് ആണ്. ജലാറ്റിനേസ് ഒരു എൻസൈം ആണ് ദാറ്റ് ആക്ട് ഓൺ ജലാറ്റിൻ. അത് ജലാറ്റിൻ അടങ്ങിയിട്ടുള്ള ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ. അപ്പോൾ പ്രത്യേകിച്ച് ഈ മീറ്റിലൊക്കെ നമ്മൾ ഈ ബോൺ അല്ലെങ്കിൽ സ്കിൻ അതൊക്കെ ഇങ്ങനെ വേവിക്കുമ്പോൾ അതിനൊരു ജലാറ്റിൻ പോലെ ഉള്ള ഫുഡ്, ജലാറ്റിൻ കുറച്ചും കൂടി കൂടുതലായിരിക്കും. കൊളാജിൻ എന്നുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഇതാണ് ഈ ജലാറ്റിൻ എന്ന് പറയുന്ന, അതിലുള്ള മെയിൻ പ്രോട്ടീൻ ആണ്. അപ്പോ എന്താണ് ഈ ജലാറ്റിനൈസ് എൻസൈം ആണ്. ഈ ജലാറ്റിൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ ഒരുപാട് കഴിക്കും ഡെയിലി ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ വല്ലപ്പോഴും മീറ്റിലൊക്കെ പ്രത്യേകിച്ചുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഫുഡിൽ നിന്നൊക്കെ വരുന്ന ഈ ജലാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ് എന്താണ് ഈ ജലാറ്റിനൈസ് എൻസൈം. ജലാറ്റിനൈസ് എൻസൈം ഈസ് എ എൻസൈം ദാറ്റ് ആക്ട് ഓൺ ജലാറ്റിൻ. ഫംഗ്ഷൻ എന്താണ്? ഹൈഡ്രോലൈസസ് ജലാറ്റിൻ ഇൻ ടു പോളിപെപ്റ്റൈഡ്, ലാർജ് മോളിക്യൂൾ. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഹൈഡ്രോലൈസസ് ചെയ്തിട്ടാണ് ജലാറ്റിനെ പോളിപെപ്റ്റൈഡ്സ് ആയിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക, ഹൈഡ്രോലൈസസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഹൈഡ്രോലൈസസ് ചെയ്തിട്ടാണ് ആര് ചെയ്യും? ജലാറ്റിനേസ്. ഓക്കെ, എന്നിട്ട് ജലാറ്റിൻ എന്ത് ചെയ്യുന്നു? പോളിപെപ്റ്റൈഡ് ആക്കുന്നു. എക്സാമ്പിൾ ജലാറ്റിൻ നോക്കുവാണെങ്കിൽ ജലാറ്റിനെ പോളിപെപ്റ്റൈഡ് ആക്കാണ്. എങ്ങനെ? ത്രൂ ജലാറ്റിനേസ്, ഹൈഡ്രോലൈസസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി ഇപ്പോ പറഞ്ഞ എല്ലാ എൻസൈംസും നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. എന്തൊക്കെയായിരുന്നു? പെപ്സിൻ ഉണ്ട്, റെനിൻ ഉണ്ട്. പെപ്സിൻ നമ്മൾ ആദ്യം കണ്ടു, റെനിൻ മൂന്നാമത്തെ ഗ്യാസ്ട്രിസിൻ, ദെൻ 4 ജലാറ്റിനേസ്, ജലാറ്റിൻ ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോ സെക്രീറ്റഡ് ആൻഡ് ആക്ടിവേറ്റ് ഫസ്റ്റ് എന്തായിരുന്നു? പെപ്സിനോജൻ ആണ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത്. അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് HCl ആണ്. ഈ പെപ്സിൻ ബാക്കിയുള്ള പെപ്സിനോജനെ ഓട്ടോ കാറ്റലിറ്റിക് ആക്ടിവേഷൻ വഴി ബാക്കിയുള്ളതിനും ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതെന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ പ്രോട്ടീനെ പ്രോട്ടിയോസസും പെപ്റ്റോൺസ് ഒക്കെ ആക്കി മാറ്റുവാണ്. റെനിൻ എവിടെയായിരുന്നു നമ്മൾ കണ്ടേ? ഇൻഫൻസിൽ. അവരുടെ മിൽക്ക് അല്ല, അതാണ് മിൽക്കാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഫുഡ് അല്ലേ. അപ്പൊ ആ മിൽക്കിലെ കെസിനെ പാരാകെസിൻ ആക്കി മാറ്റി സ്റ്റൊമക്കിൽ കുറച്ചു നേരം നിലനിൽക്കാനും അതുപോലെ തന്നെ ബാക്കി ഡൈജഷൻ, പെപ്സിൻ ത്രൂ ഉള്ള ഡൈജഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഗ്യാസ്ട്രോസിൻ ആക്ടിവേറ്റഡ് ബൈ HCl ആണ്. മെയിൻ ആയിട്ട് പ്രോട്ടീൻ ഡൈജഷൻ തന്നെയാണ്. pH വരുന്നത് 3 to 4 ആണ്. ദെൻ ജലാറ്റിനേസ് ഇത് ആക്റ്റീവ് എൻസൈം ആണ്. ജലാറ്റിനേസ് എന്ന് പറയുന്നത് ഇത് ജലാറ്റിനെ പോളിപെപ്റ്റൈഡ് ആക്കി മാറ്റുന്നു. ജലാറ്റിൻ അടങ്ങിയിട്ടുള്ള ഫുഡ് പ്രത്യേകിച്ച് മീറ്റിലൊക്കെ ഉള്ളത്, അപ്പൊ അതിനൊക്കെ എന്താക്കണം? സ്മോളർ പോളിപെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത് ഹൈഡ്രോലൈസസ് ഒക്കെ വഴി. ഓക്കെ, ഇതാണ് 4 എൻസൈം വരുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ളത്. ഓക്കെ, അപ്പൊ പ്രോട്ടീൻ ഡൈജഷൻ, നമ്മൾ കഴിച്ച ഫുഡിന്റെ പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എവിടെ നിന്ന്? സ്റ്റൊമക്കിൽ നിന്ന്. അതിന് ഫസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഓക്കെ, അപ്പൊ അതിൽ വന്ന 4 പ്രോട്ടിയോലൈറ്റിക് എൻസൈം ആണ്. അപ്പൊ ഗ്യാസ്ട്രിക് ജ്യൂസിൽ മ്യൂക്കസ് ഉണ്ട്, HCl ഉണ്ട്, പിന്നെ പ്രോട്ടിയോലൈറ്റിക് എൻസൈം ഉണ്ട്. അപ്പൊ ഈ പ്രോട്ടിയോലൈറ്റിക് എൻസൈം ആണ് പെപ്സിൻ, റെനിൻ, ഗ്യാസ്ട്രിസിൻ, ദെൻ ജലാറ്റിനേസ്. ഓക്കെ, ഇനി കുറച്ച് MCQ അല്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, വാട്ട് ഈസ് ദ ഇനാക്റ്റീവ് ഫോം ഓഫ് പെപ്സിൻ എന്നാണ്. അപ്പൊ നമുക്കറിയാം സ്റ്റൊമക്കിന്റെ ലൈനിങ്ങിലൊക്കെ അല്ലേ, അവിടെ ഈ ആക്റ്റീവ് ഫോം ആണെങ്കിൽ ഡൈജഷൻ ഒക്കെ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെപ്സിനോജിൻ ആണ് ആദ്യം സെക്രീറ്റ് ചെയ്യുക. അതിനുശേഷം HCl ത്രൂ ആണ് അത് പെപ്സിൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇനാക്റ്റീവ് ഫോം ഓഫ് പെപ്സിൻ എന്താണ്? ഇനാക്റ്റീവ് ഫോം ഓഫ് പെപ്സിൻ, യെസ്, പെപ്സിനോജൻ. ഓക്കെ, പെപ്സിനോജൻ ആണ്. ദെൻ വിച്ച് ആസിഡ് ആക്ടിവേറ്റ് പെപ്സിനോജൻ? ഇപ്പൊ നമ്മൾ പറഞ്ഞു HCl ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വിച്ച് എൻസൈം ഹെൽപ്പ് ഇൻ മിൽക്ക് ഡൈജഷൻ ഇൻ ഇൻഫൻസ്? ആരാണ്? റെനിൻ ആണ് അല്ലെ. റെനിൻ ആണ്. അതിന്റെ വേറൊരു പേരെന്താണ്? കൈമോസിൻ എന്ന് പറയും. ഈ കെസിനെ എന്താക്കുന്നു? പാരാകെസിൻ ആക്കി മാറ്റുന്നു. റെനിൻ അഥവാ കൈമോസിൻ എന്നറിയപ്പെടുന്നുണ്ട്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ജലാറ്റിനേസ്? അതൊരു ആക്റ്റീവ് ആയിട്ടുള്ള എൻസൈം ആണ് അല്ലെ. എന്ത് ചെയ്യുന്നു? ഹൈഡ്രോലൈസസ് ജലാറ്റിൻ ഇൻടു പോളിപെപ്റ്റൈഡ്. ഓക്കെ, അപ്പോ ജലാറ്റിനെ ഡൈജഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെ പോളിപെപ്റ്റൈഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഒപ്റ്റിമം pH ഓഫ് ഗ്യാസ്ട്രിസിൻ എന്താണ്? ഗ്യാസ്ട്രിസിന്റെ ഒപ്റ്റിമം pH വരുന്നത് 3 to 4 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 4 പ്രോട്ടിയോലൈറ്റിക് എൻസൈം ആണ് ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള പ്രോട്ടിയോലൈറ്റിക് എൻസൈം ആണ് കണ്ടത്. അപ്പൊ എന്താണ്? ഗ്യാസ്ട്രിക് ജ്യൂസ് കണ്ടെയ്നിങ് സെവറൽ പ്രോട്ടിയോലൈറ്റിക് എൻസൈം ദാറ്റ് വർക്ക് ടുഗദർ ടു ഡൈജസ്റ്റ് പ്രോട്ടീൻ. ഓക്കെ, പെപ്സിൻ ഈസ് എ മേജർ എൻസൈം. പെപ്സിൻ ആണ് മേജർ ആയിട്ടുള്ള എൻസൈം. പെപ്സിനോജൻ ഫോമിൽ, ഇനാക്റ്റീവ് ഫോമിലായിരിക്കും, ഓർത്തിരിക്കുക. അതിനെ HCl വഴിയാണ് പെപ്സിൻ ആക്കി മാറ്റുന്നത്. ദെൻ വൈൽ റെനിൻ ഇൻഫൻസിലുള്ളത് കെസിനെ പാരാകെസിൻ ആക്കുന്നു. ഗ്യാസ്ട്രിസിൻ നമ്മൾ പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റിക്ക് തന്നെ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ. ആൻഡ് ജലാറ്റിനേസ് ആക്റ്റീവ് ആയിട്ടുള്ള എൻസൈം ആണ്. ജലാറ്റിൻ ഹൈഡ്രോലൈസസ് ജലാറ്റിൻ ഇൻടു പോളിപെപ്റ്റൈഡ്സ് ആണ് നമ്മൾ പറഞ്ഞു. ആസ് എ സ്പെസിഫിക് പ്രോട്ടീൻ ഡൈജഷൻ പ്രോസസ്സസ്. അപ്പോൾ ഇതെല്ലാം കൂടി സമ്മപ്പ് ചെയ്തിട്ടുള്ളതാണ് ഒരു പ്രോട്ടിയോലൈറ്റിക്, അവിടെ ഒരു പ്രോട്ടീൻ ഡൈജഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ. ഈ പ്രോട്ടിയോലൈറ്റിക് എൻസൈമിന്റെ എല്ലാം കൂടി ഒരു സമ്മപ്പ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്. അപ്പോൾ ഗ്യാസ്ട്രിക് ജ്യൂസിലെ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു?
പെപ്സിൻ ഉണ്ട്, അതാണ് മേജർ ആയിട്ടുള്ള ഒരു പ്രോട്ടിയോലൈറ്റിക് എൻസൈം പറയുന്നത്. ദെൻ റെനിൻ പരിചയപ്പെട്ടു, ഗ്യാസ്ട്രിസിൻ, റെനിൻ അഥവാ കൈമോസിൻ എന്നറിയപ്പെടുന്നു. ദെൻ ഗ്യാസ്ട്രിസിൻ കണ്ടു, ദെൻ ലാസ്റ്റ് ജലാറ്റിനേസും നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആകെ പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസും ആക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ഇത് ഇവിടെ തീരുന്നില്ല അല്ലെ. പ്രോട്ടീൻ ഡൈജഷൻ ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിലുണ്ട്, ബാക്കി അതിലുള്ള പാൻക്രിയാറ്റിക് ജ്യൂസസും അതിലെ എൻസൈംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആകെ ഫോക്കസ് ചെയ്യുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസിൽ അതിലെ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസും അതിന്റെ ആക്ഷൻസും ഒക്കെ മാത്രമാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. താങ്ക്